ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ലെന്ന് മുഖ്യമന്ത്രി. നിരന്തരമായി ഗവർണർ പ്രോട്ടോകോൾ ലംഘിക്കുന്നുവെന്നും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടെ കത്ത്. ഇരുവരും തമ്മിലുള്ള പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച മുഖ്യമന്ത്രിയുടെ നടപടി. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നുമാണ് വിമർശനം. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിൽ ഏറെ ഗൗരവമുള്ള നടപടിയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്ത നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ലെന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത്. കൂടാതെ ഗവർണർ സംസ്ഥാനത്തിന്റെ അന്തരീക്ഷം തകർക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. അതേസമയം ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കേന്ദ്ര ഇടപെടൽ കൂടി വന്നതോടെയാണ് കത്തുമായുള്ള തുറന്ന പോരിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ഇതിനിടെ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തെയും ഗവർണർ സർക്കാർ പോര് ബാധിക്കാനാണ് സാധ്യത. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ഈ സാഹചര്യത്തിൽ അംഗീകരിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.